ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡിഫറെൻ്റ് എന്ന് പറയുന്നതിലുപരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. നമുക്ക് ചുറ്റും ഇപ്പോൾ സക്സസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയുണ്ട്, ലൂസിഫർ അല്ലേ. ലൂസിഫറിൻ്റെ ഒരു സ്പോയിലറൊന്നും അല്ല ഈ വീഡിയോ, അതുകൊണ്ട് തന്നെ നിങ്ങളതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. കാണാത്ത ആളുകൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാലും അതേ ത്രില്ലോടെയും അതേ സസ്പെൻസോടും കൂടി തന്നെ സിനിമ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ 2-3 വാക്കുകൾ മാത്രമേ ആ സിനിമയെക്കുറിച്ച് പറയുന്നുള്ളൂ. അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയല്ല, യഥാർത്ഥ ലൂസിഫർ അല്ലെങ്കിൽ ഇല്ലൂമിനാറ്റി എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ചില ആളുകൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരുപാട് അറിയുന്ന ആളുകൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ മീഡിയം ലെവൽ ഇല്ലൂമിനാറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്ന ആളുകളുണ്ടാവുമായിരിക്കാം. എനിവേ, ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഉള്ളിൽ ഇല്ലൂമിനാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്തരം ഉണ്ടാവും. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ലൂസിഫർ ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സൃഷ്ടി. നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും സ്ത്രീകളാണ് ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടി എന്നുള്ളത്. പക്ഷേ ബൈബിളിൽ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടി എന്ന് പറയുന്നത് ലൂസിഫറാണ്. അതേക്കുറിച്ച് കൂടുതലായിട്ട് അതിൽ വർണ്ണിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനൊരു ലൂസിഫറിനെ നമ്മളെന്തിനാണ് ഭയക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടുന്ന സാത്താൻ എന്ന രൂപത്തിലേക്ക് ലൂസിഫർ ആയത് എങ്ങനെയാണ്? അതിന് പിന്നിൽ ചെറിയൊരു കഥയുണ്ട്. അതായത് ദൈവത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സൃഷ്ടിയാണ് ലൂസിഫർ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുവഴി ഒരുപാട് നല്ല കാര്യങ്ങൾ ദൈവവും ലൂസിഫറും കൂടി ചേർന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ദൈവപുത്രൻ്റെ സൃഷ്ടിക്ക് ശേഷം ലൂസിഫറിന് സ്വയം തോന്നി സ്വർഗത്തിൽ തൻ്റെ സ്ഥാനം ചെറുതായി എന്ന്. അങ്ങനെ തോന്നിയൊരു ഈഗോ. അതുകൊണ്ട് അവിടെ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലാഖമാരെ 2ആയി ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിൽ ലൂസിഫറിനെ ആരാധിക്കുന്ന മാലാഖമാരെയും ദൈവപുത്രനെ ആരാധിക്കുന്ന മാലാഖമാരെയാക്കി മാറ്റി. ഇത് ദൈവത്തിന് അത്ര സുഖിച്ചില്ല. ദൈവം സ്വർഗത്തിൽ നിന്നും ലൂസിഫറിനെ പുറത്താക്കി. അതുകൊണ്ട് ലൂസിഫറിനെ നമ്മളെല്ലാവരും വിളിക്കുന്നു ദ ഫോളൻ ഏഞ്ചൽ. നമുക്ക് ചുറ്റും ഒരുപാട് തരത്തിലുള്ള ആളുകളുണ്ട്. അതിൽ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, ഈശ്വരനിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ട്, സാത്താനിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ സാത്താനിൽ വിശ്വസിക്കുന്ന ആളുകൾ ഒന്ന് ഒളിച്ചു നിൽക്കുകയാണ് നമ്മളുടെ മുമ്പിൽ പെടാതെ. ഇത് തുടങ്ങിയത് ശരിക്കും 18-ാം നൂറ്റാണ്ടിന് മുമ്പെയാണ്. അതായത് 1776 ഇത് തുടങ്ങിയത്. ഇവരെ നമുക്ക് ഇല്ലുമിനാറ്റി എന്ന് വിളിക്കാം. 18-ാം നൂറ്റാണ്ട് ജർമ്മനി, അവിടെ രാജഭരണം നടക്കുന്ന സമയമാണ്. പക്ഷേ രാജഭരണം ആണെങ്കിൽ കൂടി പള്ളിയും പള്ളിക്കാരും പറയുന്നതിലപ്പുറത്തേക്ക് രാജാവിനൊരു വാക്കില്ലായിരുന്നു. അതായത് അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ്റെ പേരിൽ ശരിക്കും ദുരാചാരങ്ങളും അനാചാരങ്ങളും പിന്നെ അന്ധവിശ്വാസങ്ങളും മാത്രം നടന്നിരുന്നൊരു സമയം. ആ സമയത്താണ് 1776 ആദം വൈശാഖ് എന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ 4 സ്റ്റുഡൻസും കൂടി ചേർന്നിട്ട് സാത്താൻ, അതായത് ലൂസിഫറിനെ ആരാധിക്കുക എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് കൊണ്ടുവരുന്നത്. അത് തുടങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ജനങ്ങളുടെ ഉള്ളിലേക്ക് ശാസ്ത്രം കടന്നു ചെല്ലുന്നതിനെ പള്ളിയും പള്ളിക്കാരും ശരിക്കും തടഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ശാസ്ത്രം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈശ്വരനോടുള്ള വിശ്വാസം കുറയും, അതുവഴി അവരുടെ വാല്യൂ ഇടിയും എന്ന് പറയുന്ന പേടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അതിന് എതിരെയായിട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനൊരു കോൺസെപ്റ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അധികകാലം നീണ്ടു നിന്നില്ല. അതായത് 1784 ഈ ഒരു ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ബാൻ ചെയ്തുകൊണ്ട് അന്നത്തെ രാജാവ് ഒരു നിയമം ഇറക്കുകയും അതോടുകൂടി എല്ലാവരും ഇല്ലുമിനാറ്റിയിൽ വിശ്വസിക്കുന്ന എല്ലാവരും കൊല്ലുകയാണ് ചെയ്തത്. പക്ഷേ 20 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നിന്നും ഒരു ബുക്ക് റിലീസാവുകയും ആ ബുക്കിൽ പറയുന്നു ഇല്ലുമിനാറ്റിക്കാർ അവർ പറയുകയാണ് ഞങ്ങൾ എവിടെയും പോയിട്ടില്ല, ഞങ്ങളിവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. ശരിക്കും അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്? കാരണം എല്ലാവരെയും കൊന്നു എന്നാണ് അന്നത്തെ ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആരും മരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇല്ലുമിനാറ്റി എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു സംശയം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലുമിനാറ്റികൾ മുഴുവൻ 1784 കൊന്നിട്ട് ഇല്ലുമിനാറ്റി ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവരങ്ങനെ ഒരു പുസ്തകം ലോഞ്ച് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇതൊരു വ്യക്തിയല്ല,
ഒരുപാട് ആളുകളാണ്, ഇതേ വിശ്വാസമുള്ള ഒരുപാട് ആളുകളുണ്ട്. അതായത് ഒരു കൂട്ടത്തിലുള്ള ആളുകൾ ഇവർ കൊന്നപ്പോൾ അതിനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കൂട്ടം ആളുകൾ കൂടി. ഇന്നും നമുക്ക് ചുറ്റും അവരുണ്ട്. ഇല്ലുമിനാറ്റിയിൽ വിശ്വസിക്കുന്ന, സാത്താൻ സേവയിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ. അവരെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതായത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ആളുകളെയല്ല ഞാൻ പറയുന്നത്. നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടണം, ഏത് രീതിയിൽ നമ്മൾ പോകണം, നമ്മളെ ഫുൾ മോണിറ്റർ ചെയ്യുന്ന, നമ്മളെങ്ങനെ ജീവിക്കണം എന്നൊരു തീരുമാനിക്കുന്ന ആളുകളാണ് ഇല്ലുമിനാറ്റികൾ. ഈ ലോകം തന്നെ അവരുടെ കയ്യിലാണെന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു ഭയം തോന്നുന്നുണ്ടല്ലേ? സത്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മളുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ സാധനങ്ങൾ, കൺസ്യൂമർ പ്രോഡക്ട്സ് മുതൽ, നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ മുതൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി, മെഡിസിൻ, ഇൻഫ്രാസ്ട്രക്ചർ, ട്രാൻസ്പോർട്ട്, കമ്പ്യൂട്ടർ, അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ, ഈ പറയുന്ന എല്ലാ സംഭവങ്ങളുടെയും പിന്നിൽ ഇല്ലുമിനാറ്റിയാണ്. ഞാൻ വെറുതെ പറയല്ല, ഇതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായിട്ടുള്ള സോഴ്സസ് ഉണ്ട്. നമുക്കത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. കാരണം ഈ ഇല്ലുമിനാറ്റികൾ പൊതുവെ അവർ ചെയ്യുന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ബ്രാൻഡിൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്നൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റിൽ എവിടെയെങ്കിലും ഇല്ലുമിനാറ്റി യൂസ് ചെയ്യുന്ന സൈൻസ് അല്ലെങ്കിൽ സിംബൽസ് അല്ലെങ്കിൽ ലോഗോസ്, ഈ സാധനം എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അത് അവരുടെ ഒരു എന്താ പറയുക, അങ്ങനെ ചെയ്തിരിക്കണം എന്നാണ് നിയമം. അതായത് ഇല്ലുമിനാറ്റികൾക്കിടയിലുള്ളൊരു നിയമം. അതായത് ഞാനൊരു ഇല്ലുമിനാറ്റി ആണെങ്കിൽ എൻ്റെ ബ്രാൻഡിനെ ഇല്ലുമിനാറ്റിയിലൂടെ ഞാൻ വളർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ എൻ്റെ ബ്രാൻഡിൻ്റെ ലോഗോയിലോ എൻ്റെ പ്രോഡക്റ്റിലോ എവിടെയെങ്കിലും ഇല്ലുമിനാറ്റീനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ എന്തെങ്കിലും സിമ്പൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കാം. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് ഗൂഗിൾ, അല്ലേ? ഗൂഗിളിൻ്റെ ലോഗോ എടുത്ത് നോക്കൂ. ഗൂഗിളിൻ്റെ ലോഗോയിൽ ഇവരെ നമ്മൾ ഇല്ലുമിനാറ്റികൾ നമ്മൾ മേസൺ ഗ്രൂപ്പ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മേസൺ ഫാമിലി എന്ന് വിളിക്കാം. ഈ മേസൺ സിമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സിമ്പിൾസ് കിട്ടും. അതിൽ നമുക്ക് ജി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് അവരുടെ ഒരു ലോഗോ ആണ്. അതായത് ഗോഡ് അല്ലെങ്കിൽ ജിയോമെട്രി. ഈ മേസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൽപ്പണിക്കാരൻ അല്ലെങ്കിൽ സ്മിത്ത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു വേർഡാണ് ശരിക്കും പറഞ്ഞാൽ ജിയോമെട്രി. അതിൻ്റെ ജി ആണ് അവരതിൽ യൂസ് ചെയ്യുന്നത്. ഗൂഗിളിലും ജി ഉണ്ട്. അതേപോലെ തന്നെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ലോഗോ മാത്രം എടുത്ത് നോക്കാം. ആ ലോഗോയിൽ ഒരു എഫ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കാണുന്ന ഒരു ലോഗോ ആണ് ശരിക്കും ട്യൂബൽ കെയിൻ എന്ന് പറയുന്ന ഒരു സാധനം. ട്യൂബൽ കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു സിമ്പലാണ്. ആ ട്യൂബൽ കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബൈബിളിൽ പറയുന്നത് ഏറ്റവും ആദ്യത്തെ കൊലപാതകി എന്നാണ് പറയുന്നത്. സ്വന്തം ബ്രദറിനെ കൊന്നിട്ടുള്ള ആളാണ്. അയാളുടെ സിമ്പലാണ് ഇതിൻ്റെ തൊട്ടടുത്ത്, ഫേസ്ബുക്കിൻ്റെ ലോഗോൻ്റെ തൊട്ടടുത്ത് കാണുന്നത്. അതൊരു കയറുകൊണ്ട് ചുറ്റിയിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും നമ്മളെ ഫേസ്ബുക്കിൻ്റെ ലൈക്ക് ബട്ടൺ കണ്ടോ? ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇനി അടുത്തത് ജിമെയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാസോണിക് ഓപ്രോൺ എന്ന് പറയുന്ന ഒരു ലോഗോ ആയിട്ട് ശരിക്കും നമ്മൾ ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യും. ഇതിൻ്റെ അതേ സാധനം തന്നെയാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇനി അടുത്തത് നമുക്ക് ഗൂഗിൾ പ്ലേയിൽ ശരിക്കും സൈൻ ഓഫ് ലൂസിഫർ, അതായത് ലൂസിഫറിൻ്റെ അല്ലെങ്കിൽ സാത്താൻ്റെ സിമ്പലാണ് ശരിക്കും ഈ ഗൂഗിൾ പ്ലേൻ്റെ സിമ്പലിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾ കാണുന്നത് കണ്ടോ. എന്തൊരു സിമിലാരിറ്റിയാണ് തമ്മിൽ. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാഫിക് കാർഡ് എൻവിഡിയ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലോഗോ കണ്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഓഫ് പ്രൊവിഡൻസ് എന്ന് പറയുന്ന ഇല്ലുമിനാറ്റിയുടെ ലോഗോ ആയിട്ട് ശരിക്കും മാച്ച് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. അടുത്തത് നമ്മൾ പറയുന്നത് മസ്ദ എന്ന് പറയുന്ന ബ്രാൻഡ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാറിൻ്റെ ഒരു ബ്രാൻഡാണ്. ആ ലോഗോ കാണുമ്പോൾ തന്നെ ആ എം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ശരിക്കും വെച്ചിട്ടുള്ളത് ഒരു ഓളിൻ്റെ ഷേപ്പിലാണ് ആ ഒരു എം ഇരിക്കുന്നത്. ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് അവർ യൂസ് ചെയ്തിരുന്ന ലോഗോ ആണ് ശരിക്കും ഓൾ. അടുത്തത് ഡോഡ്ജ്, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് ഡോഡ്ജ്. ബാഫോമെറ്റ് എന്ന് പറയുന്ന ആരാധനാമൂർത്തിയാണ് ഇല്ലുമിനാറ്റിയുടെ. അത് ശരിക്കും ആടിൻ്റെ തലയും മനുഷ്യൻ്റെ രൂപമായിട്ടുള്ളൊരു രൂപമാണ്. ഇതും ഡോഡ്ജിൻ്റെ ലോഗോവും തമ്മിലുള്ള സിമിലാരിറ്റി ഉണ്ടോ. നെക്സ്റ്റ് പെപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മാറിക്കൊണ്ടിരിക്കുന്ന ലോഗോ ആണ്. ഈ ലോഗോയിൽ വരുന്നൊരു കോൺസെപ്റ്റ് പറഞ്ഞാൽ പെപ്സിയുടെ വാക്ക് അല്ലെങ്കിൽ പെപ്സിൻ്റെ പേരൊന്ന് തിരിച്ചിട്ട് വയ്ക്കുക, പെപ്സി ഈസ് ഡെഡ് കണ്ടോ. അതുപോലെ തന്നെ കെല്ലോഗ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ LLO എന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് 666 എന്ന് കാണാൻ പറ്റും. ഡിസ്നിയുടെ ലോഗോയിൽ നമുക്ക് 666 എന്ന് കാണാൻ പറ്റും. ഇത് 666 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലുമിനാറ്റിയുടെ അല്ലെങ്കിൽ സാത്താൻ്റെ പേരാണ് അല്ലെങ്കിൽ നമ്പറാണ്. അതാണ് ശരിക്കും ഈ ലോഗോയിൽ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. ആൻഡ് ദ മെയിൻ തിങ് കൊക്കക്കോള എന്ന് പറയുന്ന ബ്രാൻഡ് ലോഗോ നിങ്ങളൊന്ന് ജസ്റ്റ് മിറർ ചെയ്ത് നോക്കിയാൽ അതൊരു അറബിക് വേർഡാണ്.
അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ മുഹമ്മദ് ലാ മക്ക, അതായത് മുഹമ്മദ് ഇല്ല, മക്കയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെയാണ് അവർ ഓരോ ബ്രാൻഡിൻ്റെ ഉള്ളിലും ഇല്ലൂമിനാറ്റിയായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾസ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. അത് അവരുടെ നിയമമാണ്, അങ്ങനെ ചെയ്തിരിക്കണം. ഇപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തിനാണ് ഇവർ ഈ ബ്രാൻഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇലുമിനാറ്റിയുടെ സിമ്പിൾസ് ഒളിപ്പിച്ച് വെക്കുന്നതാണല്ലേ. ശരിക്കും ഈ ഇലുമിനാറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും കിട്ടുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് അവരുടെ ബ്രാൻഡ്. അതിപ്പോൾ പാട്ടുകാരനാണെങ്കിൽ പാട്ട് വഴി, സിനിമാക്കാരനാണെങ്കിൽ സിനിമ വഴി, അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും സെലിബ്രിറ്റി ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ബിസിനസ്മാൻ ആയിക്കോട്ടെ, എന്താണോ അവരുടെ പ്രോഡക്റ്റ് അതുവഴി ഈ ഇലുമിനാറ്റിയുടെ സിമ്പിൾസും കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ബ്രാൻഡിൻ്റെ മുകളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ ഇതിനെതിരെ നിൽക്കുന്നുണ്ട്. അതായത് ഇലുമിനാറ്റിയിൽ നിന്ന് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇലുമിനാറ്റിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ ഇതിൽ നിന്ന് മാറിപ്പോകാനും അല്ലെങ്കിൽ ഇതിനോട് വെറുപ്പ് തോന്നുന്ന ആളുകൾ കുറച്ച് ആൾക്കാരുണ്ട്. അവരെ ഇവർ തേടിപ്പിടിച്ച് കൊല്ലുകയാണ് പതിവ്. ഉദാഹരണത്തിന് അബ്രഹാം ലിങ്കനെ ഇലുമിനാറ്റിയുടെ പേരിൽ കൊന്നതാണ്. അതേപോലെ തന്നെ കെന്നഡി, അദ്ദേഹത്തിനും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇന്ന് നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൈക്കിൾ ജാക്സൺ, ഇത് തന്നെയാണ് സംഭവിച്ചത്. മൈക്കിൾ ജാക്സൻ്റെ ഏറ്റവും അവസാനത്തെ പ്രോഗ്രാമിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഗെറ്റ് റെഡി, വെയിറ്റ് ഫോർ ദം. എന്താണ്, ആരെയാണ് എന്ന് ആർക്കും അറിയില്ല. അതേപോലെ തന്നെ ഇത്തരം ആൾക്കാർ, ഇപ്പോൾ ബോബ് മാർലി ആയാലും ശരി, മൈക്കിൾ ജാക്സൺ ആയാലും ശരി, ഈ പറയുന്ന ആളുകളൊക്കെ അവരുടെയൊക്കെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ മരിച്ചതെന്ന് ഇന്ന് വരെ സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. അത്രയും എന്താ പറയുക, അതിനൊരു തെളിവ് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഇലുമിനാറ്റിയിൽ ഇന്ന് നിൽക്കുന്ന ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേൾഡ് ബെസ്റ്റ് ബിസിനസ് മാഗ്നറ്റ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരാളുടെ പേര് പറയാൻ പറ്റും അല്ലേ? മൈക്രോസോഫ്റ്റ്, ബിൽ ഗേറ്റ്സ്. അപ്പോൾ ഈ ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇലുമിനാറ്റിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ബിസിനസ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിൽ ഗേറ്റ്സിൻ്റെ ഒരു പ്രസംഗത്തിൽ അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സിൻ്റെ ഒരു പ്രസ് മീറ്റിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ടുള്ള കുത്തിവെപ്പുകൾ നടത്തിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കൃത്യമായിട്ടുള്ള കുത്തിവെപ്പുകൾ നടത്തിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്ത് തന്നെ ഒരു ചെറിയൊരു സംഭവം നടന്നത്, കുട്ടികളുടെ വാക്സിനേഷനെതിരെ ഒരുപാട് ആൾക്കാർ പ്രതികരിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഈ വാക്സിനേഷൻ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പ്രശ്നം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ബാക്കിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം എത്തുന്നത് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതൊരു ഫൗണ്ടേഷനാണ്. അതായത് നമ്മളുടെ എല്ലാ മെഡിസിനുകളും എത്തിച്ചേരുന്ന ഒരു ഏരിയ ആണത്. ഈ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെലിൻഡ ഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ ഗേറ്റ്സിൻ്റെ ഭാര്യയാണ്. അതായത് ഇവരുടെ ഫാമിലി ബിസിനസ്സിലേക്കാണ് നമ്മളുടെ എല്ലാ മെഡിസിൻ്റെയും തുടക്കം എത്തുന്നത്. കാരണം അവരാണ് തീരുമാനിക്കുന്നത് ആർക്കൊക്കെ എന്തൊക്കെ വേണം എന്നുള്ളത്. കേട്ടിട്ടുണ്ടോ ഏരിയ 51 എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഏരിയ 51 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കനെ ബേസ് ചെയ്തിട്ടുള്ള ഏതോ ഒരു സ്ഥലത്ത് കുറേ സയൻറ്റിസ്റ്റുകൾ ഇരുന്ന് മറ്റേ ഏലിയൻസ് വരെ അതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് പറയുന്നത്. കാരണം അതൊന്നൊരു സിഗ്നൽ പോലും പുറത്തേക്ക് പോവുകയില്ല, ഒരു സിഗ്നൽ പോലും അകത്തേക്ക് വരികയില്ല. അങ്ങനത്തെ ഒരു സ്പേസാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയ 51 എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളും അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇലുമിനാറ്റിയുടെ തുടക്കം എന്ന് പറയുന്നത് നമ്മളുടെ ആദം വൈഷാപ്പിൻ്റെ ഡെഡ് ബോഡി വരെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അതിന് തെളിവൊന്നുമില്ല, ഇത് ജസ്റ്റ് ഒരു ഹോക്സ് ആയിരിക്കാം ചിലപ്പോൾ. എന്തായാലും അവർ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് ശേഷം ഈ ദൈവവിശ്വാസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഇല്ലാതാക്കുന്നൊരു സാഹചര്യം, അതായത് പോപ്പുലേഷൻ കുറച്ച് വന്നിട്ട് ഭൂമിയിൽ ഇല്ലുമിനാറ്റികൾ മാത്രമാവുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയിലേക്ക് ജീവൻ കൊടുത്തിട്ട് അദ്ദേഹത്തെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സാധനം അല്ലെങ്കിൽ ഈ ഡെഡ് ബോഡി എടുത്തു വെച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി എൻ്റെ പ്രധാനമായിട്ടുള്ള ചോദ്യത്തിലേക്ക് വരാം. ഇത്രയൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരേ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു സംശയമാണ്, പൃഥ്വിരാജ് ഒരു ഇല്ലുമിനാറ്റി ആണോ? ഞാൻ ഇത്രയും നേരം പറഞ്ഞ പോലെ തന്നെ എല്ലാ ആൾക്കാരും, ഇല്ലുമിനാറ്റിയിൽ വിശ്വസിക്കുന്ന എല്ലാ ആൾക്കാരും അവരവരുടെ പ്രോഡക്റ്റിലൂടെ, പാട്ടുകാരാണെങ്കിൽ പാട്ടിലൂടെ, സിനിമാക്കാരാണെങ്കിൽ സിനിമയിലൂടെ, പ്രോഡക്ട്സ് ആണെങ്കിൽ ലോഗോയിലൂടെ, ബ്രാൻഡിലൂടെ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൂടെ അവർ ഇല്ലുമിനാറ്റിയുടെ സിമ്പിൾസ് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ സിനിമയാണ് ലൂസിഫർ.
അതിൻ്റെ പേര് തന്നെ ലൂസിഫർ എന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ പോലും അറിയാതെ പല പല സ്ഥലങ്ങളിൽ ഈ ഇല്ലുമിനാറ്റിയുടെ സിമ്പിൾസ് പൃഥ്വിരാജ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിന് സിനിമ കാണേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ ട്രെയിലർ മാത്രം കണ്ടാൽ മതി. ആ ട്രെയിലറിൽ തന്നെ ഏകദേശം ബഹുഭൂരിപക്ഷം ഈ ഇല്ലുമിനാറ്റിയുടെ ലോഗോസും പൃഥ്വിരാജ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നത് ഇപ്പോൾ വിസ്ഡം ഓൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദ ഓൾ ഓഫ് മിനർവ എന്ന് പറയുന്ന ഇല്ലുമിനാറ്റിയുടെ ലോഗോ, അതായത് ഒരു കൂമൻ അല്ലെങ്കിൽ ഒരു നത്ത്, മൂങ്ങ എന്നൊക്കെ പറയില്ല, അതിൻ്റെ ഒരു ലോഗോ ആണ് ശരിക്കും ഇല്ലുമിനാറ്റിയുടെ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ലോഗോ എന്ന് പറയുന്നത്. അതിനെ ലാലേട്ടൻ ഇരിക്കുന്ന സീറ്റിൻ്റെ ബാക്കിൽ ശരിക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അതേ സെയിം സാധനം തന്നെ. അത് ആ ട്രെയിലറിൽ ഒരു സെക്കൻഡ് പോലും കാണിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഏറ്റവും സ്ലോ ആക്കി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റും. അതായത് ഫസ്റ്റ് കാണിക്കുന്നത് നമ്മളുടെ കാറിൻ്റെ 666 കാണിക്കുന്നുണ്ട്, പോട്ടേന്ന് വിചാരിക്കാം. രണ്ടാമത് ലാലേട്ടൻ എപ്പോൾ കാണിക്കുന്നു അപ്പോഴൊക്കെ കണ്ണിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ലാലേട്ടൻ അതിലൊരു എനിക്ക് തോന്നുന്നു ലാലേട്ടൻ അതിൽ ചെറിയൊരു ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് കണ്ണിന് കൂടുതൽ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പടം തുടങ്ങുമ്പോൾ തന്നെ ജസ്റ്റ് അതിൽ കാണിക്കുന്നുണ്ട്, ഇതിൽ കാണിക്കുന്ന സ്നേക്കും കാര്യങ്ങളൊക്കെ ഗ്രാഫിക്സ് ആണെന്നുള്ളത്. അപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ളൊരു ഗ്രാഫിക്സ് ആ സിനിമയിലേക്ക് കൊണ്ടുവന്നത് തന്നെ. ശരിക്കും ഒരൊറ്റ സീനിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സെക്കൻഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആ കഴുത്തൊടിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ സ്കൾപ്ചറിൽ ജസ്റ്റ് യേശു ക്രിസ്തുവിൻ്റെ ഇതിലൂടെ ഒരു സ്നേക്ക് പോകുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ, അതായത് ഒരു ഇൻഫിനിറ്റി ഷേപ്പിൽ ഒരു സ്നേക്ക് കിടക്കുന്നതും ആ സ്നേക്കിൻ്റെ വാല് തന്നെ ആ സ്നേക്ക് കടിക്കാൻ പോകുന്നതാണ് ശരിക്കും ഇല്ലുമിനാറ്റിയുടെ ഒരു ലോഗോ. അതിനെയും പൃഥ്വിരാജ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനൊരു സിനിമയിലേക്ക് പൃഥ്വിരാജ് ഇത്രയും ഡീറ്റെയിൽസ് കൊണ്ടുവന്നത്? മേ ബി നിങ്ങൾക്ക് പറയാം ലൂസിഫർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ടായിരിക്കാം എന്നുള്ളത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, പൃഥ്വിരാജിൻ്റെ 9 എന്ന് പറയുന്ന സിനിമ, ഇതിൻ്റെ തൊട്ട് മുമ്പ് ഇറങ്ങിയ സിനിമ, അത് തിരിച്ചിട്ടാൽ 6 എന്ന് തന്നെയാണ് വായിക്കുക. അതിൽ പൃഥ്വിരാജിൻ്റെ മകൻ്റെ പേര് ആദം എന്നാണ്. അതിലും ഇല്ലുമിനാറ്റിനെ കുറിച്ച് ചെറുതായിട്ടൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഇതിൻ്റെ മുമ്പ് ആദം ജോൺ എന്ന് പറഞ്ഞൊരു സിനിമ പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഇല്ലുമിനാറ്റിനെ കുറിച്ച് തന്നെയാണ് ആ സിനിമ വന്നിട്ടുള്ളത്. അതിനു മുമ്പ് എസ്ര എന്ന് പറയുന്നൊരു മൂവി ചെയ്തിട്ടുണ്ട്. അതിലും ജ്യൂസിനെതിരെയുള്ള ഒരു കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏകദേശം നോക്കുകയാണെങ്കിൽ ഇല്ലുമിനാറ്റിയുടെ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയൊരു സംശയം മാത്രമാണ്, പൃഥ്വിരാജ് ഒരു ഇല്ലുമിനാറ്റിയാണോ? അതിൻ്റെ കമൻറ്റ് നിങ്ങൾക്ക് താഴത്തിടാം. തെറി വിളിക്കൊന്നും ചെയ്യരുത്, കാരണം എൻ്റെ ഉള്ളിൽ തോന്നിയ ചെറിയൊരു സംശയം മാത്രമാണ്. കാരണം ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ഇല്ലുമിനാറ്റികളാണ് എന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രത്തോളം നമുക്ക് ഐഡിയാസ് കിട്ടിയ സ്ഥിതിക്ക് നമുക്കങ്ങനെ വിശ്വസിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതലാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. ആ സമയം മുതൽ എൻ്റെ ശബ്ദത്തിൻ്റെ കൂടെ നിങ്ങൾ കേൾക്കുന്ന വേറൊരു ശബ്ദം കൂടി ഉണ്ടാവും അല്ലേ? നിർത്താതെ എൻ്റെ കൂടെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതെങ്ങാനാണോ ലൂസിഫർ? ഐ ഡോണ്ട് നോ. അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് എൻ്റെ കൂടെ വന്നതായിരിക്കാം. എനിവേ, സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ പരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അപ്പോൾ പരിപാടി ഗംഭീരമാക്കാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക.